ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നൊരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ്. വല മൂവിയുടെ ഇൻട്രോ വീഡിയോ വന്നിട്ടുണ്ട്. അരുൺ ചന്തു ആണ് ഇതിന്റെ ഡയറക്ടർ. നമുക്കറിയാം ആ സിനിമയുടെ ഡയറക്ടറാണ്. അത് എന്തോ പറഞ്ഞിട്ട് വലിയ വിജയം വന്നില്ലെങ്കിൽ കൂടെയും ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ച ഒരു സിനിമയാണ്. മലയാളത്തിൽ തന്നെ നമുക്കൊരു വ്യത്യസ്തമായ ഒരു ജേണർ സമ്മാനിച്ചൊരു പടം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു സയൻസ് ഫിക്ഷനും പിന്നെ നമ്മൾ ഈ വേൾഡ് മൂവീസ് ഒക്കെ കാണുന്നതിന്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ തന്നൊരു പടമായിരുന്നു. അപ്പം ഈ വലയ്ക്കകത്ത് നമുക്ക് ഇതിന്റെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ കണ്ടപ്പോല്ലേ, ആ ഒരു പിക്ചർ കണ്ടപ്പോ തന്നെ നമുക്ക് ഒരു അങ്ങനെ ഒരു ഫീൽ തന്നെ വന്നത്. അതെ, ജഗതി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് കാണുന്നുണ്ട്. പുള്ളിക്ക് തന്നെ മെയിൻ റോൾ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് കാസ്റ്റിംഗും നല്ല കാസ്റ്റിംഗ്. ഗഗനാചാരിക്കകത്ത് അവരുടെ കാസ്റ്റിംഗ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടാതെ നമ്മുടെ ബേസിൽ ജോസഫ്, പിന്നെ വിനീത് ശ്രീനിവാസൻ, അതൊക്കെ കാസ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുവാ സംഭവം എന്ന് അറിയത്തില്ല. ട്രെയിലർ അല്ല, പക്ഷെ 4 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇൻട്രോ എന്നാ കൊടുത്തേക്കുന്നത്. അത് കണ്ടു നോക്കാം. വല ഭയങ്കര ക്വാളിറ്റി ഉണ്ടല്ലേ. നമ്മുടെ അറിവ് പരിമിതമാണ്, നമുക്കറിയാത്തത് അനന്തവും. പക്ഷെ സൗണ്ട് ഡബിങ്. ഇന്ന് നാം നിൽക്കുന്നത് ഒരു ചെറു ദ്വീപിലാണ്. അതിനു ചുറ്റും അനന്തമായ ഒരു സമുദ്രമുണ്ട്. ഇനി വരുന്ന ഓരോ തലമുറയുടെയും കടമ ഈ ദ്വീപിലേക്ക് കൂടുതൽ കരയെ ചേർക്കുകയും അതുവഴി നമ്മുടെ അറിവിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതുമാണ്. തിരക്കിലാണ്. നല്ല വെയിലുണ്ടപ്പ, എനിക്ക് പുറത്തേക്ക് പോണം. ആരും എവിടെയും പോകുന്നില്ല. വേണ്ട, അരുത്. അത് വെയിലല്ല, ഇരുട്ടാണ്. ഇതും ആ ഒരു ടൈപ്പ് സാധനം. സയൻസ് ഫിക്ഷൻ ജഗന്നാഥ് വിഷയൊക്കെ പറയുന്നുണ്ട്. Not a world burning down, see truth in these eyes, looking grey, I call it icy. War cries till the Nazi, new age killers going around looking fasty. Do you feel the pain? Do you see the rage? Everything reverse, life is just a maze caught up in the dirt. ഇൻട്രോ ഞാൻ പറയാം. ഒരു മാസ് കിട്ടുമ്പോ എന്റെ മുഖത്തേക്ക് ഫാൻ അടിക്കുന്നവനാണ് കലിസ്റ്റോ. ഈ ഫ്രണ്ടിൽ വരുന്ന ഫ്രാഡ് ലുക്കുള്ളവൻ വിശാൽ കുര്യൻ. എണ്ണയും കൊണ്ട് സ്വാഗിൽ നടന്നുപോണ്ട ട്യൂഡീസ് കേബിൻ. അവന്റെ സൈഡിൽ നിന്നും ഷോ ഇറക്കുന്നവനാണ് എന്റെ സന്ത്. പുറയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചുറ്റിത്തിരിയുന്നവൻ റെനോ. പിന്നെ എവനെ ഞാൻ എവിടോ കണ്ടിട്ടുണ്ട്. മരിച്ചു പോയിട്ടും ജീവിച്ചിരിക്കുന്ന ഈ സ്വാമികളുടെ ലോകത്ത് ഈ സെറ്റപ്പ് മൊത്തം നടത്തിക്കൊണ്ടുപോകുന്ന ഓൾ ഇൻ ഓൾ പ്രൊഫസർ അമ്പിളി അങ്കിൾ ലൂ. ഈ ഞാൻ വെൽക്കം ബാക്ക് സർ. Thanks, man. Feeling like my world simulated, my days feeling faded. Nothing that they walk around every day like a maid. I said it, it's parasitic, I get it, it's all the way. Here we go now, we're riding another ride. 10 o'clock. 10 മണിയായി. വൈകിട്ട് ഗ്യാസ് കയറുന്നു, വല്ലതും കഴിക്കണം.
Remind me to pack you some snacks the next time. Now you see the മറ്റേന്റെ കൂട്ട് തന്നെ കോമഡി മിക്സ് ചെയ്ത് we gon' make you know that you need a vibe. I'm in my zone, it's gon' be my colleague. Said I'm not alone, and there we going now. ഇതുകൊണ്ടൊന്നും തീരും നീ ഒന്ന് വിചാരിക്കണ്ട. വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസൻ കാണിക്കുന്നത് കാണുന്നില്ലേ? This reality sucks. Asatoma Satgamaya, Tamasoma Jyotirgamaya, Pranjoma Amritangamaya. Yeah. Asatoma. Copy that, Sergeant Megatron. ഡയറക്ടറിന്റെ പഴയ പടം ഗഗനാചാരില്ലേ ആ ഒരു രീതി തന്നെയാണെന്ന് തോന്നുന്നു ഈ സിനിമയിൽ കാണിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ചെറിയൊരു കോമഡിയൊക്കെ സയൻസ് ഫിക്ഷൻ ആണ്, പക്ക ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ ചെറിയ വേറൊരു കോമഡി സ്ഥലത്ത് നടക്കുന്ന പോലെ ഫീൽ വന്നുണ്ട്. അതെ, വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഗെറ്റപ്പുകൾ വേറെയാണ്. ഇത് എന്ന് വെച്ചാൽ ഇതിനകത്ത് കാണിക്കുന്നത് തന്നെ ന്യൂ ഇയർ ന്യൂ കലണ്ടർ 25 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പം ആ മറ്റേ സിനിമയിൽ നമുക്കറിയാം 2050 കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അപ്പം പുള്ളി ഫ്യൂച്ചർ ഒരുപാട് മുൻകൂട്ടി കണ്ടുള്ള പടങ്ങളൊക്കെ പിടിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് കുറെ ഷോർട്സുകളും കുറെ സീനും ഒക്കെ കാണുമ്പോഴത്തേന് നമുക്കൊരു ഇന്റർനാഷണൽ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ കുറച്ച് VFXും കാര്യങ്ങളും വന്നതൊക്കെ കിടിലായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പഴയ പോലെ നമുക്കറിയാം ഗണേഷ് കുമാർ അദ്ദേഹം മറ്റേനകത്ത് ഒരുപാട് സ്കോർ ചെയ്തു. അപ്പൊ ഈ പടത്തിലും അദ്ദേഹത്തിന്റെ കുറെ കോമഡികളൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാരെയും കാണിച്ച സീനും അവരുടെ ഇൻട്രോ ഒക്കെ കാണിച്ചു. ഇതിപ്പോ ഇൻട്രോ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഇൻട്രോയാണ്. ഇതിനകത്ത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട് അവരുടെ എല്ലാവരും ഇൻട്രോ ആണ് കാണിക്കുന്നത്. പിന്നെ മൊത്തത്തില് ഇത് ഏത് യൂണിവേഴ്സ് ആണ്, ഏത് ഇയർ ആണ്, അങ്ങനെ ഇനിയും ഇതിന്റെ സ്റ്റോറി അതെങ്ങനെ ആയിരിക്കാം എന്നുള്ളതായിരിക്കും ഇതിന്റെ ട്രെയിലർ കാണിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ തന്നു. അപ്പം പഴയ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മുൻപത്തെ പടം ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ പടം ഇഷ്ടപ്പെടും. പിന്നെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി കൂടുതൽ ഈ ഒരു പടം ശ്രദ്ധിക്കപ്പെടും. എന്ന് വെച്ചാൽ അത് കൂടുതലും ഈ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നതാണ്. പിന്നെ ഇതിനകത്ത് കാസ്റ്റിംഗ് വന്നപ്പോ തന്നെ ഇതിനകത്ത് ഇപ്പം കാസ്റ്റിംഗ് തന്നെയാണ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇത് ഭയങ്കരമായിട്ട് ഇപ്പം ഇതിന്റെ പ്രൊമോഷൻ അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നത്. വെച്ചാൽ ബേസിൽ വിനീത് ശ്രീനിവാസ് അങ്ങനെ വലിയ കിടിലൻ താരനിരകളുണ്ട്. അതെ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മളെ സ്ക്രീനിൽ ഇതിനകത്തേക്ക് മുഴുനീളം ഉണ്ടെന്ന് തോന്നുന്നു ഈ റോൾ. ഇതിനകത്ത് ആ റോള് പറഞ്ഞു വെക്കുന്നത് തന്നെ അദ്ദേഹം ഈ സിനിമയിൽ ഫുള്ള് കാണും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ജഗതിച്ചേട്ടനെ നമ്മളിപ്പോ ഒരുപാട് നാളെ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ട്. അപ്പം അതെല്ലാം കൊണ്ടും ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു ട്രെയിലറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.